ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഡെയിലി യൂസിൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ചില പ്രയോഗങ്ങളെ കുറിച്ചിട്ടാണ്. ത്രൂ ഔട്ട്, സംവെയർ, ഹിയർ ആൻഡ് ദെയർ, ഓവർ ദെയർ, ഓവർ ഹിയർ, ഇവയൊക്കെയാണ് ആ പ്രയോഗങ്ങൾ. അപ്പോൾ ഇവയുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് ഡെയിലി യൂസിൽ ഇവ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ത്രൂ ഔട്ടാണ്. ത്രൂ ഔട്ടിൻ്റെ മീനിങ് ഉടനീളം, മുഴുവൻ, എല്ലായിടവും, സെയിം അർത്ഥത്തിലുള്ള മീനിങ്ങുകളാണ് എല്ലാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മീനിങ്. ഇത് വെച്ച് നമുക്ക് എങ്ങനെ സെൻറ്റൻസ് പറയാം എന്ന് നോക്കാം. അവൾ വീട് മുഴുവനും അന്വേഷിച്ചു. അവൾ വീട് മുഴുവനും അന്വേഷിച്ചു. അന്വേഷിക്കുക എന്നതിന് പറയുന്ന വേർഡ് സെർച്ച്. അപ്പോൾ അന്വേഷിച്ചു എന്ന് പറയാൻ പാസ്റ്റിൽ പറയണം. അപ്പോൾ സെർച്ച്ഡ്. ഷീ സെർച്ച്ഡ്. അവൾ അന്വേഷിച്ചു. ഷീ സെർച്ച്ഡ് ത്രൂ ഔട്ട് ദ ഹൗസ്. ഷീ സെർച്ച്ഡ് ത്രൂ ഔട്ട് ദ ഹൗസ്. അവൾ വീട് മുഴുവനും അന്വേഷിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാതായാൽ നമ്മൾ എല്ലാവരുടെയും അന്വേഷിക്കും. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ്, അവൻ ദിവസം മുഴുവൻ യാത്ര ചെയ്തു. അവൻ ദിവസം മുഴുവൻ യാത്ര ചെയ്തു. യാത്ര ചെയ്തു എന്ന് പറയുമ്പോൾ ട്രാവൽഡ്. ഹീ ട്രാവൽഡ്. അവൻ യാത്ര ചെയ്തു. ഹീ ട്രാവൽഡ് ത്രൂ ഔട്ട് ദ ഡേ. ഹീ ട്രാവൽഡ് ത്രൂ ഔട്ട് ദ ഡേ. ദിവസം മുഴുവൻ യാത്ര ചെയ്തു. ഇനി അവൻ രാജ്യമെമ്പാടും അറിയപ്പെടുന്നു, അല്ലെങ്കിൽ അറിയപ്പെട്ടവനാണ് എന്ന് പറയാൻ അവൻ അല്ലെങ്കിൽ അദ്ദേഹം രാജ്യമെമ്പാടും അറിയപ്പെടുന്നവനാണ്, ഫേമസ് ആണ്. ഹീസ് നോൺ ത്രൂ ഔട്ട് ദ കൺട്രി. ഹീസ് നോൺ ത്രൂ ഔട്ട് ദ കൺട്രി. ഈസ് നോൺ. ഇസ് നോൺ എന്ന് പറയുമ്പോൾ നോ, അറിയുക, ന്യൂ, അറിഞ്ഞു, പാസ്റ്റ് ഫോം. അപ്പം നോൺ എന്നത് തേർഡ് ഫോമാണ്. അപ്പോൾ ഈസിൻ്റെ കൂടെ തേർഡ് ഫോം ഉപയോഗിക്കുന്നത് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു പാസീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസ് ആണത്. ഈസ് നോൺ ത്രൂ ഔട്ട് ദ കൺട്രി. അറിയപ്പെട്ടു എന്നാണ് പറയുന്നത്, അറിയപ്പെടുന്നവൻ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സെൻറ്റൻസ്, ആ റോഡ് ഉടനീളം കുണ്ടും കുഴിയുമാണ്. വളരെ മോശം റോഡാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ദെയർ ഈസ് pothole throughout the road. There is pothole throughout the road. കുണ്ടും കുഴി എന്നുള്ളതിന് പറയുന്ന ഇംഗ്ലീഷ് വേർഡാണ് pothole. There is pothole throughout the road. റോഡിൽ കുണ്ടും കുഴിയൊക്കെ ആകുമ്പോൾ എന്താണ് അവസ്ഥ? അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ദർ ഇസ് എ ബിഗ് പോസിബിലിറ്റി ഓഫ് ആക്സിഡൻറ്റ്സ്. ആക്സിഡൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് എല്ലാ യാത്രക്കാർക്കും ഒരു വലിയ ഭീഷണിയാണ് അല്ലേ? It's a big threat to all types of travelers. It's a big threat to all types of travelers. All type of travelers എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ടാവാം? കാൽനട യാത്രക്കാരുണ്ടാവും, മോട്ടോർ വെഹിക്കിൾസ് യാത്രക്കാരുണ്ടാവും. ഇവരൊക്കെ ആ യാത്രക്കാരിൽ പെടും. അപ്പോൾ കാൽനട യാത്രക്കാർക്ക് എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? പെഡസ്ട്രെയിൻ. പെഡസ്ട്രെയിൻ. ദെൻ നെക്സ്റ്റ് സംവെയറിൻ്റെ യൂസാണ്. സംവെയർ. സംവെയറിൻ്റെ മീനിങ് എവിടെയോ. സംവെയർ, എവിടെയോ. ഞാൻ എൻ്റെ വാച്ച് ഇവിടെ എവിടെയോ വച്ചു. ഞാൻ എൻ്റെ വാച്ച് ഇവിടെ എവിടെയോ വച്ചു. ഇവിടെ വച്ചു. ഞാൻ വച്ചു എന്നതിന് ഐ കെപ്റ്റ്. ഐ കെപ്റ്റ്. കീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയ്ക്കുക. കെപ്റ്റ് പാസ്റ്റിലാണ് പറയുന്നത്. വച്ചു. ഐ കെപ്റ്റ്. I kept my watch somewhere here. I kept my watch somewhere here. Somewhere here എന്ന് പറയുമ്പോൾ ഇവിടെ എവിടെയോ. Somewhere here. ഇനി ഞാൻ മുമ്പ് എവിടെയോ വെച്ച് നിന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ മുമ്പ് എവിടെയോ വെച്ച് നിന്നെ കണ്ടിട്ടുണ്ട്. ഇവിടെ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിന്നെ കണ്ടിട്ടുണ്ട്. അപ്പം ഏത് ഫോമാണിത്? ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ഫോമാണ്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിൽ വേണം പറയാൻ. ഐ ഹാവ് സീൻ എന്ന് പറയണം. ഐ ഹാവ് സീൻ. ഐ ഹാവ് സീൻ. ഹാവിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും വേർബിൻ്റെ തേർഡ് ഫോമാണ് യൂസ് ചെയ്യുക അല്ലേ? സീ, സോ, സീൻ. സീൻ. ഐ ഹാവ് സീൻ യു സംവെയർ ബിഫോർ. ഐ ഹാവ് സീൻ യു. ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. സംവെയർ ബിഫോർ എന്ന് പറയുമ്പോൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ബിഫോർ, മുമ്പ്. ഐ ഹാവ് സീൻ യു സംവെയർ ബിഫോർ. ഞാൻ മുമ്പ് എവിടെയോ വെച്ച് നിന്നെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനോട് ചേർത്ത് നമുക്ക് എന്ത് പറയാം? അപ്പോൾ അതിനോട് കൂടി നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ, പക്ഷേ എവിടെയോ ആണെന്ന് എനിക്കത്ര ഓർത്തെടുക്കാൻ പറ്റണില്ല.
എവിടെയാണെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്ന് പറയുമ്പോൾ ബട്ട് ഐ കാണ്ട് റീകോൾ. ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിന് ഐ കാണ്ട് റീകോൾ. ബട്ട് ഐ കാണ്ട് റീകോൾ, എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല, പറ്റുന്നില്ല. എവിടെയാണെന്നുള്ളതിന് വേർ ഇസ് ഇറ്റ്. എവിടെയാണെന്ന് എനിക്ക് ഓർക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ പറ്റണില്ല. ഐ കാണ്ട് റീകോളിൻ്റെ മീനിങ് ഓർത്തെടുക്കുക എന്നതാണ്. റീകോൾ ഓർത്തെടുക്കുക. ഐ കാണ്ട് റീകോൾ വേർ ഇസ് ഇറ്റ്, എവിടെയാണെന്ന് ഓർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഓർമ്മിക്കുക എന്നത് ഒരു സ്വാഭാവികമായ ഓർമ്മയാണ്. അതിനെയാണ് നമ്മൾ റിമെമ്പർ എന്ന് പറയുന്നത്. റിമെമ്പർ, ഓർമ്മിക്കുക. സ്വാഭാവികമായി നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്ന കാര്യത്തിനാണ് റിമെമ്പർ എന്ന് പറയുക. എന്നാൽ റിമൈൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? റിമൈൻഡ് പറയുമ്പോൾ നമ്മളെ മറ്റൊരാൾ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം ഓർമ്മിപ്പിക്കുക. അതിനെയാണ് റിമൈൻഡ് എന്ന് പറയുന്നത്. ഓർമ്മിപ്പിക്കുക, റിമൈൻഡ്. ഇവിടെ റീകോൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ഓർമ്മയിലേക്ക് വരാത്തൊരു കാര്യത്തെ നമ്മൾ ഓർത്തെടുക്കുക, ബോധപൂർവം ഓർത്തെടുക്കുക. അപ്പോൾ ഇത് മൂന്നും എന്താണ്? മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3 വാക്കുകളാണ്. റിമെമ്പർ, ഓർക്കുക, റീകോൾ, ഓർത്തെടുക്കുക, റിമൈൻഡ്, ഓർമ്മിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ദെൻ അനദർ സെൻറ്റൻസ് വിത്ത് സംവെയർ. അവരിവിടുന്ന് എവിടേക്കോ പോയി. അവരിവിടുന്ന് എവിടേക്കോ പോയി. അവരിവിടുന്ന് പോയി. അവർ പോയി എന്നുള്ളതിന് ദേ വെൻറ്റ് പോയി, പാസ്റ്റ് ഫോം. അപ്പോൾ ഗോ പോവുക, വെൻറ്റ് പോയി. ദേ വെൻറ്റ് ടു സംവെയർ ഫ്രം ഹിയർ. ദേ വെൻറ്റ് ടു സംവെയർ ഫ്രം ഹിയർ. ഫ്രം ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എവിടേക്കോ പോയി. ദെൻ എവിടേക്കാണെന്ന് എനിക്ക് അറിയില്ല. എവിടേക്കാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അതെങ്ങനെ പറയാം? എനിക്കറിയില്ല എന്നുള്ളതിന് ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് നോ വെയർ ടു. എവിടേക്കാണെന്ന് എനിക്കറിയില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് നോ വെയർ ടു. ഇവിടെ വെയർ ടു എന്ന് പറഞ്ഞാൽ എവിടേക്ക് എന്നാണ് അർത്ഥം. എവിടേക്ക്, വെയർ ടു, എവിടേക്ക്. ദെൻ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിയർ ആൻഡ് ദെയർ എന്ന പ്രയോഗമാണ്. ഹിയർ ആൻഡ് ദെയർ. ഇവിടെ ഹിയറിൻ്റെ അർത്ഥം ഇവിടെ എന്ന്, അല്ലേ? ദെയർ മീൻസ് അവിടെ. ഹിയർ ഇവിടെ, ദെയർ അവിടെ. ഇത് രണ്ടും കൂടി ഒന്നിച്ച് പറയുമ്പോൾ എന്താണ് അർത്ഥം? അവിടെ എവിടെ എന്നാണ്. അവിടെ എവിടെ, അല്ലെങ്കിൽ അവിടെയും ഇവിടെയും. അത് പറയുമ്പോൾ നമ്മൾ അവിടെ എവിടെ എന്ന് പറയും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സെൻറ്റൻസിൽ യൂസ് ചെയ്യാൻ കഴിയുക എന്ന് നോക്കാം. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അടുക്കൻ ചിട്ടയിൽ വെക്കുന്ന ഒരു ശീലമൊന്നുമില്ല, അല്ലേ? അപ്പോൾ പൊതുവേ ചെറിയ കുട്ടികളാണെങ്കിൽ സെയിം സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ പറയുക? സാധനങ്ങളൊക്കെ തറയിൽ അവിടെ ഇട്ടിരിക്കുന്നല്ലോ, ഒക്കെ എടുത്ത് അടുക്കി പെറുക്കി വയ്ക്കൂ എന്ന് പറയുമല്ലേ? ഒക്കെ എടുത്ത് അടുക്കി പെറുക്കി വയ്ക്കൂ, അടുക്കി വയ്ക്കൂ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? സാധനങ്ങളൊക്കെ ഓൾ തിങ്സ് ആർ പുട്ട് ഓൺ ദി ഫ്ലോർ ഹിയർ ആൻഡ് ദെയർ. ഓൾ തിങ്സ് ആർ പുട്ട് ഓൺ ദി ഫ്ലോർ ഹിയർ ആൻഡ് ദെയർ. എല്ലാ സാധനങ്ങളും ഓൾ തിങ്സ് ആർ പുട്ട് ഓൺ ദി ഫ്ലോർ ഹിയർ ആൻഡ് ദെയർ. ഒക്കെ അടുക്കി ഒതുക്കി വയ്ക്കൂ എന്ന് പറയാൻ ഡു ഇറ്റ് ഓൾ ടൈഡി. ഡു ഇറ്റ് ഓൾ ടൈഡി. ടൈഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കി ഒതുക്കി വയ്ക്കുക, വൃത്തിയാക്കുക എന്നൊക്കെയാണ് മീനിങ്. ഡു ഇറ്റ് ഓൾ ടൈഡി. ഇനി മറ്റൊരു സെൻറ്റൻസ്. ഇതെന്താണ്? നിൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ അവിടെ എവിടെയായിട്ട് കീറിയിരിക്കുന്നല്ലോ. ഡ്രസ്സൊക്കെ ഇങ്ങനെ കീറിയിരിക്കുന്നല്ലോ അവിടെ എവിടെയായിട്ട്. എന്ത് പറ്റി? ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? Why is your dress torn out here and there? Why is your dress torn out here and there? Torn എന്ന് പറഞ്ഞാൽ കീറുക. കീറുക. Torn out എന്ന് പറഞ്ഞാൽ കീറിപ്പോവുക എന്നർത്ഥമാണ് torn out. Why is your dress torn out here and there? എന്താണ് അവിടെ എവിടെയായി ഡ്രസ്സ് കീറിയിരിക്കുന്നത് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. എന്തു പറ്റി? വാട്ട് ഹാപ്പൻഡ്? എന്താണ് സംഭവിച്ചത്? വാട്ട് ഹാപ്പൻഡ്? എന്തു പറ്റി, അല്ലെങ്കിൽ എന്തു സംഭവിച്ചു? ഇനി നെക്സ്റ്റ് യൂസേജ് ഓവർ ഹിയർ ആണ്. ഓവർ ഹിയർ, ഇവിടേക്ക് എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇവിടേക്ക്. ഓവർ ഹിയർ എന്ന് വെച്ചാൽ ഇവിടേക്ക്. ഇത് ഒരല്പം ഡിസ്റ്റൻസിലൊക്കെയുള്ള സിറ്റുവേഷനിൽ മറ്റും യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒന്നാണ്. എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. അതിവിടെ കൊണ്ടുവരൂ എന്ന് പറയാൻ കൊണ്ടുവരിക. ബ്രിങ് ഇറ്റ് ഓവർ ഹിയർ. ബ്രിങ് ഇറ്റ് ഓവർ
ഹിയർ. ബ്രിങ് മീൻസ് കൊണ്ടുവരിക, ഇതെവിടേക്ക് കൊണ്ടുവരൂ. ഇതൊരു ഇൻസ്ട്രക്ഷൻ പറയുന്ന രീതിയിലുള്ള സെൻറ്റൻസ് ആണ് അല്ലേ, ഒരു നിർദ്ദേശം കൊടുക്കുക, അവിടെ കൊണ്ടുവരൂ. അപ്പം അതിവിടേക്ക് കൊണ്ടുവന്നു എന്ന് പറയാനോ, കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അവിടെ പാസ്റ്റാണ് ആക്ഷൻ, കൊണ്ടുവന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ബ്രിങ് എന്ന പ്രസൻറ്റ് ഫോമിന് പകരം പാസ്റ്റ് ഫോം ഉപയോഗിക്കണം. ബ്രോട്ട്, ബ്രിങ് ബ്രോട്ട്. ഇറ്റ് ബ്രോട്ട് ഓവർ ഹിയർ, ഇറ്റ് ബ്രോട്ട് ഓവർ ഹിയർ. ഇത് ഇവിടേക്ക് കൊണ്ടുവന്നു, ബ്രോട്ട് ഓവർ ഹിയർ. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഫോമാണ്. നീ എന്താണ് ഇവിടേക്ക് വരാത്തത്? നീ എന്താണ് ഇവിടേക്ക് വരാത്തത്? വൈ ഡോണ്ട് യു കം ഓവർ ഹിയർ? വൈ ഡോണ്ട് യു കം ഓവർ ഹിയർ? വൈ ഡോണ്ട് യു കം എന്ന് പറഞ്ഞാൽ നിനക്കെന്താ വരാൻ പാടില്ലേ? വൈ ഡോണ്ട് യു കം, നിനക്കെന്താ വരാൻ പാടില്ലേ? നിനക്കിവിടേക്ക് വരാൻ പാടില്ലേ? നിനക്കിവിടേക്ക് വരാൻ പാടില്ലേ? ഡോണ്ട് യു കം ഓവർ ഹിയർ. ഈ ഒരു സ്ട്രക്ചറിൽ വെച്ചിട്ട് നമുക്ക് വേറെയും കുറേ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാക്കി പരിശീലിക്കാവുന്നതാണ്. അവിടെ നമുക്കൊരു വെർബ്, കം എന്ന വെർബിന് പകരം വേറെ വെർബുകൾ യൂസ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഇനി നമുക്ക് ഓവർ ദെയർ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ സെൻറ്റൻസുകൾ പറയാമെന്ന് നോക്കാം. അവിടേക്ക് എന്ന അർത്ഥത്തിലാണ് ഇവ ഉപയോഗിക്കേണ്ടത്. അവിടേക്ക്, ഓവർ ദെയർ എന്ന് പറഞ്ഞാൽ അവിടേക്ക്. ഏതെങ്കിലും ഒരു സാധനം എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് പറയും അതവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇത്തിരി ഡിസ്റ്റൻസിലാണ് അത് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പറയും അപ്പം നമ്മളിൽ നിന്നും അകലത്തിലിരിക്കുന്ന, ഒരുപാട് അകലല്ല, അങ്ങനെ ഒരു രീതിയാണിത്. അപ്പം നിങ്ങളുടെ ലഗേജുകൾ അവിടെ സൂക്ഷിക്കൂ, നിങ്ങളുടെ ലഗേജുകൾ അവിടെ സൂക്ഷിക്കൂ എന്ന് നമ്മളിങ്ങനെ കൈകൊണ്ടൊരു ആംഗ്യം കാണിച്ചിട്ട് ഇങ്ങനെ പറയാണ്, അവിടെ സൂക്ഷിക്കൂ. പ്ലീസ് കീപ്പ് യുവർ ലഗേജ് ഓവർ ദെയർ. പ്ലീസ് കീപ്പ് യുവർ ലഗേജസ് ഓവർ ദെയർ. ഇവിടെ പ്ലീസ് കീപ്പ് ചെയ്യുക, നിങ്ങളുടെ ലഗേജ് അവിടെ സൂക്ഷിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലാണ് ഈ ഓവർ ദെയറിൻ്റെ പ്രയോഗം അവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചില പ്രയോഗങ്ങൾ ഇവിടെ ഡെയിലി യൂസ് സെൻറ്റൻസുകൾ യൂസ് ചെയ്ത് കണ്ടല്ലോ. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന വിശ്വാസത്തോടെ നെക്സ്റ്റ് സെഷനിൽ കാണാം.